ഇത് ബാംബുലാവിൻ്റെ P1S. ഇതൊരു മൾട്ടി കളർ പ്രിൻ്ററാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പല മെറ്റീരിയലിൽ ഒരേ സമയം 16 കളർ വരെ ഒരേ സമയം നമുക്ക് നാല് AMS യൂണിറ്റ് ഉണ്ടെങ്കിൽ 16 കളർ വരെ ഒരേ സമയം ലോഡ് ചെയ്തിട്ട് നമുക്കിതിൽ മൾട്ടി കളർ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കെൻ്റെ കയ്യിൽ ധാരാളം കളേഴ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ കളേഴ്സ് ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ കുറേ കളർ വെറൈറ്റികൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത്രയും കളർ എൻ്റെ കയ്യിൽ ഇരിക്കുമ്പം ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഫിലമെൻറ്റ് ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുന്നത്? ഇപ്പം മോയ്സ്ചറാണ് 3D പ്രിൻറ്റിങ്ങിൽ ഏറ്റവും വലിയ എനിമി എന്നറിയാമല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ട്രിങ്ങിങ് വളരെ കൂടുതലായിട്ട് വരും വെറ്റാണെങ്കിൽ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മെറ്റീരിയൽ ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ പ്രിൻറ്റ് ചെയ്യാനായിട്ട് ABS യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചില സമയത്ത് കാർബൺ ഫൈബർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കാർബൺ ഫൈബർ ABS ഒക്കെ ഭയങ്കര ഹൈഡ്രോഫോബിക്, പെട്ടെന്ന് നമ്മുടെ ഹ്യൂമിഡിറ്റി ഇത് അബ്സോർവ് ചെയ്ത് പെട്ടെന്ന് ഫിലമെൻറ്റ് വെറ്റാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഡ്രയറുണ്ട്. എനിക്ക് ഫിലമെൻറ്റ് ഡ്രയറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ക്രയാലിറ്റിയുടെ ഫിലമെൻറ്റ് ഡ്രയർ. അപ്പോൾ എനിക്കിതിൽ മെറ്റീരിയൽ ലോഡ് ചെയ്തിട്ട് എനിക്ക് ഫിലമെൻറ്റ് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഡ്രൈ ചെയ്യാനായിട്ട് അതിൻ്റെ അവർ റെക്കമെൻഡഡ് ടെമ്പറേച്ചറും ടൈമിങ്ങും ഒക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഡ്രൈ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ എപ്പോഴും നമുക്ക് ഡ്രൈ ചെയ്തുകൊണ്ട് വെക്കുന്നതിലും ബെറ്റർ പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഡ്രൈ ബോക്സുകൾ ഉണ്ടാകുക എന്നുള്ളത്. ഇപ്പോൾ ഡ്രൈ ബോക്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സീരിയലിൻ്റെ ബോക്സ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സീരിയലിൻ്റെ ബോക്സാണ്. അപ്പോൾ സീരിയൽ ഇടുന്ന ബോക്സിൽ ഞാൻ ഡ്രയറിൽ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുപോലെ നമ്മുടെ സിലിക്ക ബീഡ്സ് വാങ്ങി സിലിക്ക ബീഡ്സ് ഇതിൽ വെച്ചിട്ട് ഇതിൽ ഇടും. എന്നിട്ട് നമ്മുടെ ഫിലമെൻറ്റ് ഇതിലിട്ടിട്ട് ഡ്രൈ ചെയ്ത ഫിലമെൻറ്റ് നമ്മൾ ഇതിലിട്ടിട്ട് നമ്മളൊരു ഇതിടും, നമ്മുടെ ഹ്യൂമിഡിറ്റി മോണിറ്റർ ഒരു ഇതിട്ട് അത് ഇതിൽ പ്ലേസ് ചെയ്തിട്ട്, സാധാരണ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്ത് വെക്കാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഇത് ഡ്രൈ ആയിട്ടിരുന്നോളും. എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇതിലാണ് ഇങ്ങനെ ഡ്രൈ ചെയ്തിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പം ഡ്രൈ ചെയ്ത് ഫിലമെൻറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൽ ഞാൻ കണ്ടിന്യൂസ് പ്രിൻറ്റ് ചെയ്യാറുണ്ട്. എനിക്കിതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. കാർബൺ ഫൈബർ ആണെങ്കിലും സാധാരണ കാർബൺ ഫൈബർ ഞാൻ മേടിക്കുമ്പോൾ 1/2 കിലോയുടെ പാക്കറ്റായിട്ടാണ് മേടിക്കുന്നത് കാർബൺ ഫൈബറിൽ. അപ്പോൾ 1/2 കിലോ പാക്കറ്റ് ഞാൻ യൂസ് ചെയ്യാൻ അത്രയും പ്രിൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഞാനിത് വാങ്ങിച്ച് പ്രിൻറ്റ് ചെയ്യാറുള്ളൂ. ഇത് ഫൈബ്രോൺ, പോളിമേക്കറിൻ്റെ ഫൈബ്രോൺ എന്ന ബ്രാൻഡാണ് ഇത്. കാർബൺ ഫൈബർ നല്ല മെറ്റീരിയലാണ്. ഇതാണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫിലമെൻറ്റ് ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുന്നത്.